നമസ്കാരം. നമ്മളിപ്പോൾ കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി MP ബിനുവിനോടൊപ്പമാണുള്ളത്. അദ്ദേഹം എന്തു പറയുന്നു എന്ന് നോക്കാം. കളമശ്ശേരിയിലെ വോട്ടർമാരോട് എന്താണ് പറയുവാനുള്ളത്? കളമശ്ശേരിയിൽ ഞാനിപ്പോൾ ഒരു 10 ദിവസമായിട്ട് മണ്ഡലത്തിൽ എല്ലാ മേഖലകളും സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോദിജിയുടേതായ വികസനമാണ് ഇവിടെ വേണ്ടത്. ആ വികസനത്തിന് രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിലും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർജി ഒരു മുഖ്യമന്ത്രിയായി ഇവിടെ വരികയാണെങ്കിൽ 10 വർഷം കൊണ്ട് നമ്മുടേതായ നാട് ഏറ്റവും കൂടുതൽ വികസിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് നമുക്ക് എങ്ങാണ് ഏറ്റവും 1 കോടിയോളം എങ്ങുണ്ട്. ഏതാണ്ട് 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള 1 കോടി യങ് അവരെ സംബന്ധിച്ച് അവരേതായ ജീവിതമാണ് നമുക്ക് വളർത്തേണ്ടത്. ആ വളർത്തുന്നതിന് ഇന്നത്തെ ഓൾഡ് രാഷ്ട്രീയത്തിൻ്റേതായ പ്രവർത്തനങ്ങൾ, ആ രാഷ്ട്രീയ പ്രവർത്തനം നിന്നിട്ട് നമ്മുടെ യങ്ങുകളെല്ലാം തന്നെ അവരേതായ ജീവിതവും വിദ്യാഭ്യാസവും അവരേതായ മാർഗങ്ങളും എല്ലാം തന്നെ ഇന്ന് കെട്ടടങ്ങിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഇന്നൊരു +2 വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തന്നെ അവർ വിദേശത്തേക്ക് പോകുന്നൊരു സ്ഥിതിയാണ്. ഇന്ന് കുട്ടികളില്ല, പല വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ അതിനൊരു മാർഗത്തിന് ഇന്നത്തെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആ ലാപ്ടോപ്പ് തന്നെ കേരളത്തിൻ്റെ വികസനമാണ് ആ ലാപ്ടോപ്പിലുള്ളത്. ആ ലാപ്ടോപ്പിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്ന വികസനം നമ്മുടേതായ കേരളത്തിലും അതോടൊപ്പം തന്നെ കളമശ്ശേരി മണ്ഡലത്തിലെ ഈ വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായ കമ്പനികളെല്ലാം തന്നെ നശിച്ചു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു അതിഥി തൊഴിലാളി കത്തി മരണപ്പെടുകയുണ്ടായി. അതൊക്കെ നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടതാണത്. അതേപോലെ ഒരു സേഫ്റ്റി ഇല്ല. ആ സേഫ്റ്റി ഇല്ലാതെ നടക്കുന്ന ഈ കമ്പനികളെ ഉയർത്തിയെടുക്കുവാനും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിന് വലിയൊരു പ്രാധാന്യം നമുക്ക് നമ്മുടേതായ രാജ്യത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. ആ ആരോഗ്യത്തിന് വലിയ രീതിയിലായിട്ട് വലിയൊരു പ്രാധാന്യം ഞാൻ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാൻസർ രോഗികളും ഒരുപാട് നമുക്ക് സങ്കടം വരും, നമ്മുടെ മനസ്സിന് വേദന വരുന്ന രീതിയിലുള്ള ഇതാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇന്നിരിക്കുന്ന MLA ആയാലും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് MLA മാരായാലും UDF ആവട്ടെ LDF ആവട്ടെ അവരെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരേതായ സമ്പത്തുകളാണ് വളർത്തിയിട്ടുള്ളൂ. താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും അവരേതായ ഗുണങ്ങൾ എത്തിയിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരെ നോമിനേഷനിൽ കൊടുക്കുമ്പോൾ എത്ര സമ്പത്തുണ്ടെന്ന് നോക്കുമ്പോൾ അവരൊക്കെ സമ്പത്തുകൾ കോടിക്കണക്കിന് രൂപയാണ് അവരൊക്കെ സമ്പത്തുകൾ. അതുതന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. സ്വന്തം ജീവിതമാണ് ഇവിടെ നോക്കിയിട്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മണ്ഡല പര്യടനത്തിനിടയിൽ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? മണ്ഡല പര്യടനത്തിൽ വോട്ടർമാരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ ആരോഗ്യത്തിൽ നരേന്ദ്രമോദിജി നടപ്പിലാക്കിയ 70 അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരുന്നു? അവരുടെ അഭിപ്രായങ്ങളിൽ ആ അഭിപ്രായങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് ഏതാണ്ട് കേരളത്തിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത്. ആ ഇൻഷുറൻസ് ഇവിടെ നടപ്പിലാക്കണം. അതോടൊപ്പം ആരോഗ്യം, കൃഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചിട്ടുള്ള അതിൻ്റേതായ ആ ഉയർച്ചകളൊന്നും തന്നെ ഇവിടെ നടപ്പിലാകുന്നില്ല എന്നുള്ളൊരു വിഷമമാണ് യങ്ങിൻ്റെയും എൻ്റെ സന്ദർശന വേളയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ മുന്നണികൾ പരസ്പരം ഡീൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അടിയൊഴുക്കുകൾ ഇവിടെയും കാണാമോ? അടിയൊഴുക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഘടകകക്ഷിയായ 2020 ആ 2020 നമ്മൾക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LDFും UDFും ഏതാണ്ട് 10-20ഓളം പാർട്ടികളും തീവ്രവാദ പാർട്ടികളും എല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് 2020 എന്ന പ്രസ്ഥാനത്തിനെ തോൽപ്പിക്കാനും അതോടൊപ്പം തന്നെ കൈപ്പത്തിയുമില്ല, അതോടൊപ്പം തന്നെ അരിവാൾ ചിറ്റിയ നക്ഷത്രവുമില്ലാതെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചു കൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ നോക്കിയതാണ്. അപ്പോൾ ഡീലാര് തമ്മിലാണ്? കൊടുങ്ങല്ലൂരെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂരിൽ ആ മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിക്കേണ്ടതായിരുന്നു. NDA ഭരിച്ച് അവിടെ മുന്നേറ്റത്തിൽ വന്ന സമയത്ത് ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ അല്ലെങ്കിൽ NDAയെ പരാജയപ്പെടുത്താനുള്ള പ്രവൃത്തിയാണത്. അതുകൊണ്ട് ഡീല് അവർ തമ്മിലാണ്. അതോടൊപ്പം തന്നെ സുരേന്ദ്രജി മത്സരിക്കുന്ന ആ മണ്ഡലത്തിൽ ഏതാണ്ട് SDP യുടെ സ്ഥാനാർത്ഥിനെ
പിൻവലിച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആര് തമ്മിലാണ് ഡീൽ എന്നുള്ള കാര്യം ഇത് തന്നെ വലിയ ഉദാഹരണമല്ലേ. ഇപ്പോൾ 2020 NDAയോട് കൂടി ചേർന്നിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിലും കാണുമെന്ന് തന്നെയാണോ പറയുന്നത്? 2020 സ്വാധീനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നരേന്ദ്രമോദി എന്തോ ചെയ്യുന്നത് 2000 രൂപ വെച്ചിട്ട് കൃഷിക്കാർക്ക് അവരുടേതായ അക്കൗണ്ടിലേക്ക് എത്തുന്നു. അതോടൊപ്പം ഓരോ കുടുംബത്തിൻ്റെ ആരോഗ്യമായാലും മറ്റുള്ള എല്ലാ വേദനകളും നരേന്ദ്രമോദി ചെയ്യുന്ന മാതിരി തന്നെയാണ് 2020 ആ പ്രദേശത്ത് ചെയ്യുന്നത്. അതിൻ്റേതായ പാവങ്ങളെ സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവർ സാബു ജാക്കബ് പോലുള്ള സാറ് നമ്മുടേതായ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതും ഇതിനാകൃഷ്ടമായിട്ടും വന്നതും. അത് രാജ്യത്തിൻ്റെ വികസനവും രാജ്യം ഏതാണ്ട് ഉന്നതിയിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ടാണ് NDA സഖ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. നന്ദി ശ്രീ MP ബിനു, വിജയാശംസകൾ.